ആലപ്പുഴ കടപ്പുറമാണ് ജി സുധാകരൻ നിരവധി പ്രസംഗങ്ങൾക്ക് കൈയടിച്ചിട്ടുള്ള പൊട്ടുമാറ് മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള പ്രവർത്തകരൊക്കെ ഇവിടെയുണ്ട്. എങ്ങനെയാണ് സുധാകരന്റെ മാറ്റത്തെ CPM-ഉം ഇവിടുത്തെ CPM പ്രവർത്തകരും ഒക്കെ കാണുന്നത്? ഞങ്ങള് CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി LDF എന്ന് പറയുന്നത് ഞങ്ങളൊരു എന്താ പറയുന്നത് ഒരു മുന്നണി എന്ന് പറയുമ്പോൾ ഞങ്ങൾ അതെല്ലാവരെയും ബഹുമാനിച്ച് പോകുന്നതാണ്. അല്ല ഇവരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തൊക്കെ ഉള്ളവരൊന്നും അല്ല. അന്ന് CPM-ൽ നിന്ന സമയത്ത് ജി സുധാകരൻ ഞങ്ങളുടെ നേതാവായിരുന്നു. അന്ന് ആ സമയത്ത് പുള്ളി പ്രസംഗിക്കുമ്പോൾ നമ്മൾ കൈയടിച്ചിട്ടുണ്ട്, പുള്ളിക്ക് ഇംഗ്ലാ വിളിച്ച് അതൊരു ചട്ടം, അത് പാർട്ടിക്കകത്തുള്ളൊരു ആക്സിവിഷൻ എല്ലാവർക്കും ഉള്ളതാണ് ഒരു നേതാവ് വരുമ്പോൾ ഉള്ള. ഇന്നിപ്പോ ജി സുധാകരൻ സഖാവ് എന്ന് കളിക്കുന്ന എപ്പോഴും ബഹുമാനം കൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. നമുക്കത് വലിയൊരു പ്രയാസമുള്ളൊരു കാര്യമാണ്. ഈ പാർട്ടി ജി സുധാകരന് ഒന്നും ചെയ്ത് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്തായാലും 5 വട്ടം MLA ആയ മനുഷ്യനാണല്ലോ, 2 വട്ടം മന്ത്രി, 2 പ്രാവശ്യം ജില്ലാ സെക്രട്ടറി ആയ മനുഷ്യനാണ്, കൌൺസിലിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ട്, അതേപോലെ മുനിസിപ്പൽ ചെയർമാൻ ആയിട്ടുണ്ട്, 6 വട്ടം സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ട് ഇരുന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എന്താണ് പുള്ളിക്കിനി കൊടുക്കാനുള്ളത്? അത് പുള്ളിക്കാരൻ സ്വയമേ ചിന്തിക്കേണ്ട ആവശ്യമാണ്. ഞങ്ങൾ പണ്ട് കൊടിയേരി സഖാവ് പറഞ്ഞ പോലെ ആപ്പാടെ എത്രയാ 68-69 പേർക്ക് MLA ആകാൻ പറ്റത്തുള്ളൂ, ആപ്പാടെ 15-16 പേർക്ക് മന്ത്രിയാകാൻ പറ്റത്തുള്ളൂ, ബാക്കിയുള്ള അത്രയും ഭാഗ്യം കിട്ടിയൊരു മനുഷ്യനാണ്. ഈ നിൽക്കുന്ന ഞങ്ങളൊക്കെ ഈ പാർട്ടിക്ക് വേണ്ടി ബ്രാഞ്ച് കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഞങ്ങൾക്ക് ഇതാണ് പറഞ്ഞത്, ഞങ്ങളുടെ പാർട്ടി എന്ന് പറയുന്ന ആ ഒരു ഘട്ടത്തിൽക്കൂടെ പോകുന്നത്. കോൺഗ്രസ് നേതാവ് പറഞ്ഞത് സുധാകരൻ പൂർണ്ണമായിട്ടും UDF ആകാമല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞങ്ങൾ 1 വർഷമായിട്ട് പുള്ളി ചിന്തിക്കുന്ന കാര്യം നിങ്ങൾ ഇത്രയും പെട്ടെന്നാണ്. ഞങ്ങളുടെ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെമ്പർഷിപ്പ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് എത്ര വർഷം പുള്ളിയെ പോയി കണ്ടു? ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കമ്മിറ്റി അംഗം പോയില്ലേ, കേന്ദ്ര കമ്മിറ്റി CS സുഹാസ് സഖാവ് പോയില്ലേ, ഈ പറഞ്ഞ മന്ത്രി നമ്മുടെ സജി ചെറിയാൻ പുള്ളിയായിട്ട് സംസാരിച്ചിട്ടില്ലേ, ഈ പറഞ്ഞ നാസിയായിട്ട് ജില്ലാ സെക്രട്ടറി സംസാരിച്ചില്ലേ? അത്രയും പേര് വന്നിട്ട് അങ്ങനെയൊക്കെ പറയുവാണ് നിങ്ങളൊന്ന് മെമ്പർഷിപ്പ് പുതുക്കണമെന്ന് പറയുമ്പോൾ പുതുക്കാതിരിക്കുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കുള്ള സാമാന്യ ബുദ്ധി വെച്ച് ജനിച്ച് ഈ WNC ജനിച്ച് വീട്ടിൽ കുട്ടിക്ക് മനസ്സിലാവും അതെന്താണെന്ന്. പുള്ളിക്കാണ് ഉറപ്പിച്ചു വെച്ചാണ് അധികാരമോ. കോൺഗ്രസിന് ബാധ്യതയാണോ ഇത്? ബാധ്യതയാവോ ഇത്? ഒരു ബാധ്യതയല്ല. ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. കാരണം സുധാകരൻ സാർ എന്ന് പറഞ്ഞ വ്യക്തിയെ ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതാണ് ഇപ്പൊ പറയാം, സുധാകരൻ പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് വിളിച്ച സലാമും ഈ സജി ചെറിയാനെയൊക്കെ വളർത്തിയത് സുധാകരനാണ്. ആ മാടമ്പി സ്വഭാവം കാണിക്കുന്ന ആളെന്നാണ് സുധാകരനെ പറ്റി CPM പറയുന്നതല്ലേ, മുൻപൊന്നും ഇത് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഏതായാലും സലാമൊക്കെ നിന്നപ്പോൾ പോലും അദ്ദേഹത്തിന് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചതാണ്. ഇപ്പൊ ഏതായാലും സൗഭാഗ്യം നമുക്ക് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് വൻ ഭൂരിപക്ഷത്തോടെ അമ്പലപ്പുഴ മണ്ഡലം സുധാകരന്റെ കയ്യിലായിരിക്കും, ഉറപ്പാണ്. അമ്പലപ്പുഴ MLA H സലാമിന്റെ ഓഫീസ് ഏറ്റവും സിമ്പിൾ ആണ്. അമ്പലപ്പുഴ MLA H സലാമിന്റെ ഓഫീസ് ഭരിക്കുന്നത് H സലാമാണെന്ന് ഇവിടുത്തെ സഹാക്കൾക്ക് പറയാൻ പറ്റുമോ? ആ ഓഫീസ് ഭരിക്കുന്ന ഒരു പ്രത്യേക ലോബിയാണ്. അവർക്ക് വേണ്ട താല്പര്യങ്ങളും അവർക്ക് വേണ്ട കാര്യങ്ങളും മാത്രമാണ് മുന്നോട്ട്. ക്രിമിനൽ സംഘങ്ങളാണ് അമ്പലപ്പുഴയിൽ. ഞങ്ങൾ പണ്ട് മുതൽ പറയുന്ന കാര്യം, ഇന്ന് H സലാമിനെതിരെ ഞങ്ങളുടെ നേതാക്കന്മാർ പണ്ട് മുതൽ പറയുന്ന കാര്യം സുധാകരൻ സാർ പിന്നെയും അത് പ്രൂവ് ചെയ്തു. സലാമിനെ വളർത്തിയത് സുധാകരനാണ് ഇവർ പറയുന്നത്. ഇവരുടെ പാർട്ടിയിലെ ഇന്നത്തെ നേതാക്കന്മാർ, ഇവരുടെ നേതാക്കന്മാരുടെ നേതാവാണ് സുധാകരൻ, അല്ലാതെ സുധാകരന്റെ അഭയാർത്ഥിയാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഈ സുധാകരൻ എന്ന് പറയുന്ന ഇവരുടെ നേതാക്കന്മാരുടെ നേതാവ് ആ പാർട്ടിയുടെ അകത്തെ ജീർണത, ആ പാർട്ടിയുടെ അകത്തെ ഏകപക്ഷീയമായി സ്വജനപക്ഷപാതത്തിനെതിരെ, അക്രമത്തിനെതിരെ, അതിൽ നടക്കുന്ന ഗുണ്ടായിസത്തിനെതിരെ പറഞ്ഞുകൊണ്ട് നേർവഴി കാണിക്കാൻ, മുന്നോട്ട് അകത്ത് നിന്ന് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പുറത്തു വരുമ്പോൾ ഒരു ജനാധിപത്യ പാർട്ടി എന്ന രീതിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF-ഉം ചേർത്ത് പിടിക്കേണ്ടത് ഒരു ജനാധിപത്യ രീതിയിൽ ഞങ്ങളുടെ പാർട്ടിയുടെ കടമയാണ്. ഞങ്ങളുടെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് UDF-ന്റെ ടീം UDF ഒരു തീരുമാനമെടുത്തു. എന്താണ്? ഇന്നിന്റെ രാഷ്ട്രീയത്തിൽ ജി സുധാകരനെ അമ്പലപ്പുഴയിൽ ജയിപ്പിക്കേണ്ടത് ഞങ്ങളുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ഞങ്ങളത് ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ ഇഷ്ടമല്ലാത്ത എല്ലാം കല്ലെന്ന് പറഞ്ഞ പോലെ ജി സുധാകരൻ മോശപ്പെട്ടവൻ, ജി സുധാകരൻ വേണ്ടാത്തവൻ, ജി സുധാകരൻ പ്രശ്നക്കാരൻ, CPM-ന്റെ അകത്ത് നിന്നും പുറത്തു പോകുന്ന ഒരാൾ എങ്ങനെയായിരിക്കും, ഇവരെങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നും ജി സുധാകരൻ നിങ്ങൾ സിമ്പിൾ കഴിഞ്ഞ ദിവസം ജി സുധാകരൻ ഈ പാർട്ടിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് പുറത്തു വന്നതിന് ശേഷം ആലപ്പുഴ സ്പെഷ്യൽ ബ്രാഞ്ചിന് റിപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ, ജി സുധാകരനെതിരെ ഒരു അക്രമം ഉണ്ടാകുന്നു, പുന്നപ്ര കേന്ദ്രീകരിച്ച് ജി സുധാകരനെതിരെ, ചീസുറാന്റെ പ്രമോഷനെതിരെ അല്ലെങ്കിൽ പരിപാടിക്കെതിരെ അക്രമം ഉണ്ടാക്കുമെന്ന്. ഇവർ ഭയങ്കര പേടിയിലാണ്. ടീം ഞങ്ങൾക്ക് എന്താ, ഞങ്ങൾക്ക് UDF-ന് പ്രത്യേകിച്ച് അമ്പലപ്പുഴയിൽ ഒരു കാൻഡിഡേറ്റ് നിർത്താൻ സാധിക്കത്തില്ല. എനിക്ക് മുമ്പേ സംസാരിച്ച പ്രിയപ്പെട്ട എന്റെ സഹാക്കന്മാർ കേൾക്കാൻ ഞാൻ പറയാം. അമ്പലപ്പുഴ അസംബ്ലിയിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണം ഇവിടുത്തെ CPM അല്ല, UDF-ആ. കുറെ നാളുകൾക്ക് ശേഷം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണം ഞങ്ങളാ. പുന്നപ്ര ഇവരുടെ പാർട്ടി രൂപം കൊണ്ട്. അങ്ങനെയെങ്കിൽ ജി സുധാകരൻ സ്വതന്ത്രമായി മത്സരിക്കട്ടെ, പകരം നിങ്ങൾ UDF ലൈനിൽ തന്നെ ഒരു കാൻഡിഡേറ്റ് നിർത്താൻ എന്തുകൊണ്ടാണ് ആലോചിക്കുന്നത്? ആന്റി CPM വോട്ടുകൾ
ഞങ്ങളുടെ ലീഡർഷിപ്പ് ഏറ്റെടുത്തിരിക്കുന്നത് KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തലയും എല്ലാം ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ നേതാക്കന്മാരെടുത്ത തീരുമാനം. ഈ ചിരി കുറച്ചുനാൾ കഴിയുമ്പോൾ ഞങ്ങൾ ചിരിക്കും. ഈ ചിരി അവിടെ തന്നെ കാണണം. പിന്നെ 4-ാം തീയതി അല്ല 6-ാം തീയതി റിസൾട്ട് വന്നു കഴിയുമ്പോൾ അമ്പലപ്പുഴ ടീം ഞാൻ പറഞ്ഞു മുഴിപ്പിക്കട്ടെ. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണം ഞങ്ങൾക്കാണ്, UDF ന്. ഇവരുടെ പാർട്ടി ഉത്ഭവം കൊണ്ട് VS അച്യുതാനന്ദന്റെ നാട് ഉൾപ്പെടെ ഉത്ഭവം കൊണ്ട് പുന്നപ്ര പഞ്ചായത്ത് ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന, പൊറക്കാട് പഞ്ചായത്ത് ഞങ്ങളെ ഭരിക്കുന്ന, ആലപ്പുഴ മുനിസിപ്പാലിറ്റി ഞങ്ങളെ ഭരിക്കുന്ന ഇത്രയും വലിയ സംഘടനാ സംവിധാനമുള്ള UDF ന് ആ അമ്പലപ്പുഴയിൽ ഒരു സ്ഥാനാർത്ഥിനെ നിർത്തി ആരെ നിർത്തിയാലും ജയിപ്പിക്കാൻ സുധാകരൻ ഞങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഞങ്ങൾക്ക് ആരെന്നല്ല, CPM-ന്റെ ജനങ്ങൾക്കെതിരെയുള്ള സ്വർണം കട്ടവരുടെ, അക്രമികളുടെ, ക്രിമിനലുകളുടെ, ലഹരി മാഫിയകളുടെ എല്ലാ കൂട്ടുകൈകൾ പിടിക്കുന്നു. സുധാകരൻ മുമ്പ് പറഞ്ഞ പല കാര്യങ്ങളും ഭാവിയിൽ നിങ്ങൾക്ക് ബാധ്യതയായി മാറില്ലേ? ഞങ്ങൾക്ക് എന്ത് ബാധ്യതയായി മാറുന്നത്? സുധാകരൻ പറഞ്ഞതും അവിടെ കിടന്നതും അവരുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചാണ് വന്നിരിക്കുന്നത്. ബിജെപിയുടെ വോട്ട് കൂടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് സുധാകരൻ കഴിഞ്ഞ ദിവസം പ്രസ്താവന നടത്തിയത്. ശരി, നിങ്ങളുടെ സ്ട്രാറ്റജി അത് തന്നെയാണോ? നിങ്ങൾ ബിജെപിയുടെ വോട്ടും പിടിക്കുന്നുണ്ടോ? ബിജെപിയുടെ വോട്ട് പിടിക്കുന്നത് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.